വോട്ടുകൊള്ള ആരോപണത്തിന് കൂടുതൽ തെളിവുകളുമായി രംഗത്ത് വന്ന രാഹുലിന് മുൻപിൽ ഇന്നലെ പ്രധാനമായും ഉയർന്നത് രണ്ട് ചോദ്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉന്നമിടുന്ന രാഹുൽ ഗാന്ധിക്ക് വേറെ ആരെങ്കിലും ലക്ഷ്യമായുണ്ടോ? ആരോപണങ്ങൾക്കിപ്പുറം തുടർ നടപടി എന്താണ്? ആദ്യ ചോദ്യത്തിന് സസ്പെൻസ് ബാക്കിയാക്കിയ രാഹുൽ അതും തുറന്നു കാട്ടുമെന്നും വോട്ടുകൊള്ളയുടെ യഥാർത്ഥ സൂത്രധാരന്മാരുടെ കാര്യത്തിൽ തെളിവുകളുണ്ട് എന്നും മറുപടി നൽകി. ഇതിനായി കാത്തിരിക്കൂവെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർ നടപടി എന്ത് എന്ന ചോദ്യത്തിന് നൽകിയത് ജനത എന്ന മറുപടി മാത്രമാണ്. ഞാനൊരു അടിത്തറയിടുകയാണ്. വർഷങ്ങളായി വോട്ടുകൊള്ള നടക്കുന്നുണ്ട്. ജനാധിപത്യം കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് മാത്രമേ സംരക്ഷിക്കാൻ കഴിയൂ. മറ്റാർക്കും ജനാധിപത്യത്തെ സംരക്ഷിക്കാനാകില്ല. രാഷ്ട്രീയവും ഭരണഘടനയും കവർച്ച ചെയ്യപ്പെടുന്നുവെന്ന് ജനത തിരിച്ചറിയുന്ന കാലത്തെ എല്ലാം ശരിയാകൂ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോടതിയടക്കം ഭരണഘടനാ സംവിധാനങ്ങൾ മുന്നോട്ട് വരണമെന്നും ആരോപണങ്ങളെക്കുറിച്ചും പരിശോധിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഫലത്തിൽ വിഷയം കോടതിയിൽ എത്തിക്കുന്നതിന് പകരം ജനകീയ ബോധവൽക്കരണത്തിലൂടെ ജനപിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലിലൂടെ കമ്മീഷനെ പ്രതിരോധത്തിലാക്കാനും രാഹുൽ ഗാന്ധി ശ്രമിച്ചു. വോട്ടുകൊള്ള ആരോപണം ഉയർത്തി നടത്തിയ ആദ്യ മാധ്യമ സമ്മേളനത്തിന് പിന്നാലെ സത്യപ്രസ്താവന ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതേ നാണയത്തിലായിരുന്നു ഇന്നലെ രാഹുലിന്റെ മറുപടി. ജ്ഞാനേഷ് കുമാർ, താങ്കൾ കടമ നിർവഹിക്കണം. സത്യപ്രതിജ്ഞ ചെയ്തയാളാണ്. കർണാടക CIDക്ക് വിവരങ്ങൾ കൈമാറണം. പുതുതലമുറയുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമം മാധ്യമ സമ്മേളനത്തിൽ ഉടനീളം രാഹുൽ ഗാന്ധി നടത്തുകയും ചെയ്തിരുന്നു. നിസ്സാരമായി ഇതിനെ കാണരുതെന്നും നിങ്ങളുടെ ഭാവിയും പ്രതീക്ഷയുമായ എല്ലാ കാര്യങ്ങളും ഉറപ്പു നൽകുന്ന ഭരണഘടനയ്ക്ക് എതിരായ ആക്രമണമാണ് വോട്ട് കൊള്ളയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അവരുടെ നീക്കം ഭരണഘടനയ്ക്കെതിരെയാണ്. അത് തകർക്കാനാണ് ശ്രമം. അത് യുവാക്കളുടെ ഭാവിയെയും ബാധിക്കും. ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. വോട്ടുകൊള്ളയെക്കുറിച്ചുള്ള വമ്പൻ വെളിപ്പെടുത്തൽ ഉൾപ്പെടുന്ന ഹൈഡ്രജൻ ബോംബിന്റെ കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തിയിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. 1-2 മാസത്തിനുള്ളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു.